ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അപ്പോൾ ഇത് നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൈൽ സ്റ്റോൺ ആണ് കേട്ടോ. നമ്മുടെ ക്ലിനിക്കിൻ്റെ റെനോവേഷൻ ആൻഡ് ഇനോഗ്രേഷൻ ആണ്. കഴിഞ്ഞ 14 വർഷമായിട്ട് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലിനിക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു ഇനോഗ്രേഷനാണ് കേട്ടോ ഈ കണ്ടത്. ആക്ച്വലി നമ്മളുടെ ആദ്യത്തെ ക്ലിനിക്ക് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ നല്ലൊരു സ്പേസ് വിത്ത് പാർക്കിംഗ് കിട്ടിയപ്പോഴാണ് ഷിഫ്റ്റ് ചെയ്താലോ എന്നുള്ളൊരു ചിന്ത വന്നത്. പിന്നെ സംഭവബഹുലമായ ഇനോഗ്രേഷനൊന്നും അല്ലായിരുന്നു കേട്ടോ. നമ്മളുടെ ഫാമിലി, ക്ലോസ് റിലേറ്റീവ്സും ഫ്രണ്ട്സ് മാത്രം. പിന്നെ എപ്പോഴും നമ്മളുടെ ബെസ്റ്റ് സപ്പോർട്ടായ നാട്ടുകാരും. അപ്പോൾ 14 വർഷം മുന്നേ നമ്മൾ തുടക്കം ഇവിടെ ആയിരുന്നു കേട്ടോ. 2012 2 സെക്കൻഡ് ഹാൻഡ് മാനുവൽ ചെയറൊക്കെ വാങ്ങിയിട്ടിട്ട് നമ്മൾ ഈ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 14 ഇയേഴ്സിന് ശേഷം ഈ ഒരു സ്പേസ് വിട്ടിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുമ്പം ഇമോഷണലി നമുക്ക് ഈ ഒരു സ്ഥലത്തിനോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ പുതിയൊരു ക്ലിനിക്ക് ബിൽഡ് ചെയ്യുന്ന പോലെയല്ല നമ്മളിപ്പം ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ. കാരണം ഇത് ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ളൊരു ക്ലിനിക്കാണ്. മാത്രമല്ല അധിക ദിവസമൊന്നും ഷട്ട് ഡൗൺ ചെയ്തിടാണ്ട് നമുക്ക് ഇവിടുന്ന് ചെയറും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ആണ്. നമുക്കിതിൻ്റെ താഴെ പാർക്കിംഗ് ഫെസിലിറ്റി വളരെ കുറവാണ്. ഈവൻ 2 വീലേഴ്സിന് വരെ പാർക്കിംഗ് അവൈലബിൾ അല്ല. അങ്ങനെയാണ് നമ്മൾ എന്തായാലും ഷിഫ്റ്റ് ചെയ്യാമെന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തിയത്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ യൂഷ്വലി എല്ലാ ഡെൻ്റൽ ക്ലിനിക്സും ഫസ്റ്റ് ഫ്ലോറിലാണല്ലോ. നേരെ മറിച്ച് ഗ്രൗണ്ട് ഫ്ലോറിലാകുമ്പം കുറച്ച് കാലുകൊണ്ട് വയ്യാത്ത പേഷ്യൻസ് ആണെങ്കിലും കുറച്ച് ഓൾഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിലും അവർക്ക് വരാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും, ഭയങ്കര കൺവീനിയൻ്റ് ആയിരിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ളൊരു ലൊക്കേഷൻ ചേഞ്ചും ഇല്ല. അങ്ങനെ എല്ലാ വർക്കും കഴിഞ്ഞ് ഫൈനലായിട്ടാണ് നമ്മൾ ചെയർ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ ക്ലിനിക്കൊന്ന് കണ്ടാലോ. ഇനോഗ്രേഷൻ്റെ അന്നൊരു പ്രോപ്പർ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് അറിയുന്നതിനെ കൊണ്ട് തന്നെ ഞാൻ പ്രീവിയസ് ഡേ ആണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്ലിനിക്കിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഈ ഒരു 14 ഇയേഴ്സ് ഓഫ് ജേർണിയിൽ ഞങ്ങളൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ന്യൂ ക്ലിനിക്ക് ബിൽഡ് ചെയ്യുന്ന പോലെയല്ല നമ്മളൊരു സ്പേസിൽ നിന്ന് വേറൊരു സ്പേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് ദിസ് ഷിഫ്റ്റിംഗ് പ്രോസസ്സ്
നമുക്ക് എല്ലാ രീതിയിലും ഹെൽപ്പിനുണ്ടായിരുന്നത് നമ്മളുടെ സ്റ്റാഫാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈസിയാക്കി തന്നു. എസ്പെഷ്യലി നമ്മളുടെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് ക്ലിനിക്ക് നല്ല അടിപൊളിയാക്കി ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കിയത് അവരായിരുന്നു കേട്ടോ, ഇൻക്ലൂഡിങ് ദ ബലൂൺ ഡെക്കറേഷൻസ്. വൺസ് അഗെയിൻ എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഫ്രം ദി ബോട്ടം ഓഫ് അവർ ഹാർട്ട്. ഇങ്ങനത്തെ ഒരു സ്റ്റാഫ് നമ്മുടെ കൂടെ ഉള്ളതിൽ നമ്മൾ ഭയങ്കര പ്രൗഡാണ് കേട്ടോ. വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സും ഫാമിലിയും കൂടാണ്ട് പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാട്ടുകാരായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അവരുടെ സൈഡിൽ നിന്നും നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഒരു കോപ്പറേഷൻ ആയിരുന്നു. ഇവിടെയുള്ള ആളുകൾ തന്നെ കേട്ടോ നമ്മുടെ ക്ലിനിക്കിൻ്റെ വർക്ക് ഏൽപ്പിച്ചതും അത് പറഞ്ഞ സമയത്തിന് തന്നെ ഭംഗിയായി തീർത്ത് തന്നതും. പിന്നെ നമുക്ക് എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും എന്ത് വർക്ക് ഉണ്ടെങ്കിലും അത് വീണ്ടും വീണ്ടും വന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് തരും റിപ്പയർ ചെയ്ത് തരുമൊക്കെ ചെയ്തത് അവർ തന്നെ കേട്ടോ. അൽഹംദുലില്ലാ നമുക്ക് മൈൻഡിൽ ജസ്റ്റ് ഒന്ന് ക്ലിനിക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടും സക്സസ്ഫുള്ളായിട്ടും ചെയ്യാൻ പറ്റിയതിന് അൽഹംദുലില്ലാ. കയ്യെടുക്കണ്ടേ, ഞാൻ പൊളിഞ്ഞാടും. അങ്ങനെ എല്ലാവരുടെയും സന്തോഷത്തിന് നമ്മളൊരു ചെറിയ കേക്ക് കട്ടിങ് കൂടെ ചെയ്തു. അങ്ങനെ കുറേ പേരുടെ എഫേർട്ടിൻ്റെ റിസൾട്ടായിരുന്നു അത്. അപ്പോൾ ഇനി നമ്മൾ ട്രസ്റ്റ് ചെയ്ത് വരുന്ന പേഷ്യൻസിന് കുറച്ചും കൂടി ഈസി ആൻഡ് കൺവീനിയൻ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കണം. കംപ്ലീറ്റ് ഷിഫ്റ്റിംഗ് കഴിഞ്ഞ് ഒരു 1 വീക്ക് ട്രയൽ റൺ കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ ഈ ഒരു ഇനോഗ്രേഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് നമ്മളത് സൺഡേ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ ക്ലിനിക്കിൽ ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഡോക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ് അത് ഷെയർ ചെയ്യാൻ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ കൂടെ ഉണ്ടാകുമ്പോഴല്ലേ അതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ 28 ഡിസംബർ 2025 ഇനോഗ്രേഷൻ. അതിനുശേഷം ഞാൻ കുറച്ചധികം ബിസി ആയതുകൊണ്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഞാൻ ഇത്ര ലേറ്റായി പോയത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ. വീണ്ടും നല്ല അടിപൊളി വീഡിയോസായിട്ട് വരാം. കുറേ നാൾ വീഡിയോസൊക്കെ ഇടയിൽ കുറച്ച് ബ്രേക്കായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മുതൽ വീക്കിലി 2 വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. So this is Farah signing off. Bye bye. Take care. Assalamu alaikum.